என் ரத்தமும் உன் ரத்தமும் வெவ்வேறா. 68 மண்ணிருந்தாலும் மண்ணிருந்தாலும். Holidays nale adu namma GT Holidays da, South India's #1 travel brand. Step into the world of redefined elegance with Vivo V40e. Buy now. அனுஜ் டைல்ஸ் ரகங்கள் பலவிதம், ஒவ்வொன்றும் உலகத்தரம். தமிழக உற்பத்தியில் அனுஜ் டைல்ஸ். சரி, ஆக்சுவலாக நான் இப்போ வந்துட்டு கங்குவா படம் வந்துட்டு பார்க்குறதுக்காண்டி வந்திருக்கேன். ஆக்சுவலாக நான் வந்துட்டு சூர்யானோட ஃபேன். ஆக்சுவலாக நான் தமிழ் தான். ஆனால் இப்போ வந்துட்டு நான் பார்க்க போகிறது ஃபுல்லாக தமிழ் மலையாளி ஃபேன்ஸு. ஃபுல்லாக மலையாளி ஃபேன்ஸ் தான், எல்லாம் சூர்யானோட ஃபேன்ஸு. நமக்கே தெரியும் தமிழ்நாட்டில் எவ்வளோ செலிப்ரேஷன் இருக்குன்னு. இப்போ கேரளாவில் மலையாளி ஃபேன்ஸோடு உட்காந்து சும்மா தேட்டரு அடிபுலி அப்படி தேட்டரே பிரியணும். 4 ஸ்க்ரீனு, இங்கே 4 ஸ்க்ரீனுமே ஹவுஸ்ஃபுல்லு. இவ்வளோ ஃபேன்ஸோடு இருந்து செலிப்ரேட் பண்ண போகிறோம். என்ஜாய் பண்ணணும், കണ്ടിപ്പാக നമ്പറേ பார்க்கலாம். എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷമായി സൂര്യാനൻ്റെ പടം തിയേറ്ററിലൊക്കെ വന്നിട്ട് സ്ക്രീനിൽ കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാലത്ത് 4 മണിക്കൊക്കെ മൂവി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വേറെ ലെവലായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. പടത്തെക്കുറിച്ച് നല്ല എക്സ്പെക്റ്റേഷനാണ്. സൂര്യൻ്റെ 2 കൊല്ലത്തിന് ശേഷം വരുന്നൊരു പടമാണ്. പിന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം കൂടിയാണല്ലോ. ട്രെയിലറും ലാസ്റ്റ് ഇറങ്ങിയ ട്രെയിലറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിലറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കാണാൻ വന്നത്. നല്ല പ്രതീക്ഷയുണ്ട്, അടിപൊളി പടമാണെന്ന് വിചാരിക്കുന്നു. എക്സ്പെക്റ്റേഷൻ സൂര്യയുടെ ഒരു 2 വർഷത്തിലുള്ള പടം തിയേറ്ററിൽ ഇറങ്ങുന്നൊരു പടം, അത് മാത്രമുള്ള എക്സ്പെക്റ്റേഷൻ. പിന്നെ ശിവയുടെ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം, പിന്നെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം. സൂര്യയുടെ പടമാണ്. രാവിലെ കാണാൻ വന്നിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ പടം മേക്കിംഗ് ഒക്കെ കണ്ടിട്ട്, ട്രൈസർ കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പടം അടിപൊളിയായിരിക്കും. ഇത്രയും പേര് കണ്ടിരിക്കുകയല്ലേ. പിന്നെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പടത്തിൻ്റെ എഡിറ്റിങ്, പുതിയൊരു കഥ നന്നായിരിക്കും. താങ്ക് യു. എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സൂര്യയുടെ ഇത്രയും ടൈം എടുത്തുള്ളത്, സൂര്യനെ പോലൊരു ആക്ടർ ഇത്രയും ടൈം എടുത്തെടുക്കുന്നൊരു പടമാണ്. അപ്പോൾ അത് എന്തായാലും ഞങ്ങൾക്ക് പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കിടുക്കാച്ചി പടം തന്നെയായിരിക്കും. അത് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കാത്ത ഒരു വെറൈറ്റി ഐറ്റം ആയിരിക്കും. ഒരു ബാഹുബലി ലെവല് അതല്ല പടം. സൂര്യയുടെ പടം എന്ന് പറഞ്ഞാൽ അത് വേറെ പടമാണ്, മാസ് തന്നെ ആയിരിക്കും. ആ ഒരു ലെവല് സാധനം കിട്ടും. സൂര്യയുടെ വേറൊരു തരം പടമായിരിക്കും. വേറൊരു തരമായിരിക്കും. 2 വർഷത്തിന് ശേഷം പുള്ളി തിരിച്ചു വരികയാണ് തിയേറ്ററിൽ. അപ്പം എന്തായാലും ഇതൊരു വലിയൊരു വിജയമായിരിക്കും. അതാണ് ഗൂസ് ബംസ്, അതാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മളെ ഇതിൽ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ അതാണ് മെയിൻ എൻട്രിയാണ് ഇതിൽ മെയിൻ എന്നാണ് പറഞ്ഞിരുന്നത്. അതെ. താങ്ക്സ്. എക്സ്പെക്റ്റേഷനേ ഉള്ളൂ. ഫുള്ള് പവറോട് കൂടിയാണ് നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. കാരണം ഇത്രയും പ്രതീക്ഷയോടുകൂടി ഇന്ത്യൻ സിനിമ കാണാൻ വന്നത് ആദ്യമായിട്ടായിരിക്കും. കാരണം ഇത്രയും ക്രൗഡോട് കൂടി ആൾക്കാർ, പ്രേക്ഷകരെല്ലാം വന്ന്, ഞാൻ രാത്രി 11 മണിക്കൂടെ ഒന്ന് സ്റ്റേ ചെയ്തതാണ്. കാരണം 4 മണിയുടെ ഷോ കാണാൻ വേണ്ടിയിട്ട് അത്രയും ആത്മാർത്ഥതയോടുകൂടി സിനിമ കാണാൻ വന്നതാണ്. വളരെ പ്രതീക്ഷയാണ്. കാരണം ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ വിശ്വാസം എന്ന് പറയുന്ന സിനിമയാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ വിശ്വാസം കാണാൻ വന്നത്. ഇത് എത്രത്തോളം നല്ല സിനിമയാണെന്നുള്ളത് ഇത് കണ്ടിട്ട് നമുക്ക് എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും നല്ല സിനിമയായിരിക്കും ഇത്. വേൾഡ് സിനിമയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതിന് നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം വരാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും നല്ല സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം പറയേണ്ടി വരും. കാരണം സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ഇന്ത്യൻ സിനിമയിലെ, തമിഴ് സിനിമയിലെ രജനി, കമലഹാസൻ കഴിഞ്ഞാൽ വിജയ് തുടങ്ങിയിട്ടുള്ള ആക്ടർമാരിലെ ഏറ്റവും വലിയ സിനിമ ഇത് സൂര്യ തന്നെ എടുത്തു പറയേണ്ടി വരും. അത്രയും വിശ്വാസത്തോടെയാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ നോക്കി, ഇത്രയും ക്രൗഡ് എത്ര മണിക്ക് തൊട്ട് ഇവിടെ ഒന്ന് വെളുപ്പിനെ തുടങ്ങി ഒന്ന് കാത്തിക്ക് ഒരു തിയേറ്ററിൻ്റെ മുമ്പിൽ ഈ ഒരു സിനിമ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടി. കാരണം ഇപ്പം 4 മണിയായി. 4 മണിക്ക് ഫസ്റ്റ് ഷോ പറഞ്ഞാണ്. 4 മണിയായിട്ടും തിയേറ്റർ ഓപ്പൺ ആയിട്ടില്ല. കാരണം ഇവിടെ ആൾക്കാർ അങ്ങോട്ട് സംസാരം തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്തോ പറയേണ്ടത് നമുക്കറിയില്ല. കാരണം സിനിമ ഒന്ന് തുടങ്ങി കണ്ടാൽ മതി എന്നുള്ളൊരു ആകാംക്ഷയാണ്. കാരണം അത്ര വലിയ സിനിമയായിരിക്കും ഇത്. ഉറപ്പായിട്ടും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിരിക്കും ഇത്. ഇന്ത്യയിൽ തന്നെ വൻ സിനിമയായിട്ട് മാറും. ഇതൊരു സീരിയസ് ആയിട്ട് പോകാനാണ് സാധ്യത. അതായത് നമുക്ക് അടുത്ത സീരിയസിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ചെയ്ത ഡയറക്ടർ തന്നെയാണ് ഈ വിശ്വാസവും ചെയ്ത്. ഇത് നല്ലൊരു വിശ്വാസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടിപൊളി സിനിമയായിരിക്കും.
പേര് ജിതിൻ. അതെ അതെ അതെ, കോഴിക്കോടാണ്. എന്തായാലും വിജയിക്കും. ആദ്യമായിട്ടാണ്. അല്ല, ഇവിടെ നിന്ന് ചെയ്തത്. ഒരു പ്രതീക്ഷയിലാണ്. അതെ, സൂര്യാണൻ്റെ കട്ട ഫാനാണ്. ടൈമില്ല, നല്ല പ്ലാൻ. താങ്ക് യു. കാരണം നിങ്ങൾ നോക്കി ഇത്രയും കോസ്റ്റ്യൂമോട് കൂടി ഈ വെളുപ്പാൻ രാവിലെ വന്ന് ഈ തിയേറ്ററിൽ വന്ന് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണ്ട. ഇത്രയും ആരാധന സൂര്യാണ്ണന് വേണ്ടി ഇത്രയും ആരാധന മൂത്തിട്ട് ഈ പുള്ളി ഈ കോസ്റ്റ്യൂമിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ പൊന്നെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും കടുത്ത ആരാധകരെ നമ്മൾ ആദ്യമായിട്ട് കാണുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ തിയേറ്ററിൽ ഇങ്ങനെ വന്ന് കാത്തിന്ന് ഈ കോസ്റ്റ്യൂം വന്ന് ഡിസൈൻ ചെയ്ത് ഇവിടെ വന്ന് ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. അതുകൊണ്ട് ഈ സിനിമ നല്ലൊരു വിജയമാവട്ടെ, അടിപൊളി സിനിമയായിരിക്കും കേട്ടോ, സൂപ്പർ പടമായിരിക്കും. பேராட்சி மண்ணே, என் ரத்தமும் உன் ரத்தமும் வெவ்வேறா. 68 சிரம் மண் இருந்தாலும் உன் மண்டை நான் எடுத்துடுவேன். பேராட்சி மண்ணே, உன் ரத்தமும் என் ரத்தமும் வெவ்வேறா. 68 சிரம் மண் இருந்தாலும் உன் நெற்றியும் முழங்காலும் மண் இருந்தாலும் நான் தீர்ப்பேன். எதிரியை கொள்வோம், எதிர்கொள்வோம். வா. അണ്ണന്മാരുടെ HOD ആരാണ്? പുതിയ അണ്ണൻ വന്നിരിക്കുകയാണ്, കങ്കുവാണ്. പിന്നെ ഓരോ പുതിയ അണ്ണന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അണ്ണന്മാരും ലാലേട്ടനും മമ്മൂക്കി മാത്രമല്ലല്ലോ, പൃഥ്വിരാജും ദിലീപും സുരേഷ് ഗോപി എല്ലാം വേണ്ട. എല്ലാവരും കൊണ്ട് തകർക്കട്ടെ. പേര് ജിതിൻ. വീട് കോഴിക്കോട് കല്ലായി എന്ന് പറഞ്ഞു. അതെ, സൂര്യയുടെ കട്ട ഫാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Holidays nale, adu namma GT Holidays da. South India's #1 travel brand. Step into the world of redefined elegance with Vivo V40e. Buy now. அனுஜ் டைல்ஸ். ரகங்கள் பலவிதம், ஒவ்வொன்றும் உலகத்தரம். தமிழக உற்பத்தியில் அனுஜ் டைல்ஸ்.